നമസ്കാരം. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് ഹൈക്കോടതി മരവിപ്പിച്ചു. റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി സ്റ്റാലിൻ ദേവൻ നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നിർദ്ദേശം. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡ് വഖഫ് ചട്ടം പാലിച്ചില്ലെന്ന് കാട്ടിയാണ് സ്റ്റാലിൻ ദേവൻ അഡ്വക്കേറ്റ് ലക്ഷ്മി ശ്രീധർ മുഖേന ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 2-നാണ് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പിണറായി സർക്കാർ വിജ്ഞാപനമിറക്കിയത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 8-ന് നിലവിൽ വന്ന വഖഫ് ഭേദഗതി നിയമത്തിലെ ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് സർക്കാർ നടത്തിയതെന്നായിരുന്നു സ്റ്റാലിൻ ദേവൻ കോടതിയെ അറിയിച്ചത്. ഭേദഗതി ചെയ്ത ചട്ടത്തിലെ സെക്ഷൻ 14 അനുസരിച്ച് വേണമായിരുന്നു ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ. ഇതനുസരിച്ച് ആകെയുള്ള 11 അംഗങ്ങളിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾക്ക് ശേഷം വരുന്ന 3 പേരിൽ 2 പേർ നോൺ മുസ്ലിം ആയിരിക്കണമെന്നുണ്ട്. ഈ 2 പേരുടെ നിയമനം നടത്തിയില്ല. സുന്നി, ഷിയ, അഖാഖാനി, ബോറ തുടങ്ങിയ പിന്നോക്ക മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് ഭേദഗതി നിയമം പറയുന്നു. എന്നാൽ പിണറായി സർക്കാർ സുന്നി വിഭാഗത്തിൽ നിന്നുള്ളവരെ മാത്രമാണ് അംഗങ്ങളാക്കിയത്. സർക്കാരിന് കാലാവധി 2 മാസം മാത്രം ബാക്കി നിൽക്കെ മുഹമ്മദ് കുട്ടി മാസ്റ്റർ MLA നിയമസഭാ പ്രതിനിധിയാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും നിയമസഭാ പ്രതിനിധിയായി ബോർഡിൽ തുടരുകയാണ്. ബോർഡിലേക്ക് ഒരു ബാർ കൗൺസിൽ അംഗത്തെ നിയമിക്കണമെന്നുണ്ട്, അതും നിയമിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിൽ വഖഫ് വിഷയം കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ്. ഇവിടെ നിന്നുള്ള ജോയിന്റ് സെക്രട്ടറിയെ വഖഫ് ബോർഡ് അംഗമാക്കേണ്ടതിന് പകരം യാതൊരു ബന്ധവുമില്ലാത്ത നിയമവകുപ്പിൽ നിന്നുള്ള അഡീഷണൽ സെക്രട്ടറിയെ വെച്ചു. ഈ കാരണങ്ങളാൽ നിലവിലുള്ള വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് പുതിയ അംഗങ്ങളെ നിയമിക്കണമെന്നായിരുന്നു സ്റ്റാലിൻ ദേവന്റെ പൊതുതാൽപര്യ ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതോടെ നിലവിലുള്ള ബോർഡ് ഹൈക്കോടതി താൽക്കാലികമായി മരവിപ്പിക്കുകയായിരുന്നു. ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. 2 മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജും ഹർജി നൽകിയിരുന്നു. ഭേദഗതി ചെയ്ത വഖഫ് ആക്ടിലെ സെക്ഷൻ 14 പ്രകാരം സംസ്ഥാനത്ത് ഷിയ വിഭാഗത്തിന് മാത്രമായി പ്രത്യേക വഖഫ് ബോർഡ് നിലവിലില്ലാത്ത സാഹചര്യങ്ങളിൽ നിലവിലുള്ള വഖഫ് ബോർഡിൽ ഷിയ വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങളെ നിയമിക്കാൻ സർക്കാരിന് നിയമപരമായ അധികാരവും ബാധ്യതയുമുണ്ടെന്ന് ഹർജിയിൽ ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിൽ ഷിയ വിഭാഗത്തിന് കീഴിൽ നിരവധി പള്ളികളും ഇമാം ബാറകളും ചാരിറ്റബിൾ ട്രസ്റ്റുകളും വഖഫ് സ്വത്തുകളും നിലവിലുണ്ടെന്നും ഇവയുടെ കൃത്യമായ ഭരണനിർവഹണത്തിനും അവകാശ സംരക്ഷണത്തിനും ബോർഡിൽ തങ്ങളുടെ പ്രാതിനിധ്യം അനിവാര്യമാണെന്നും ഹർജിക്കാരൻ ബോധിപ്പിച്ചിരുന്നു. ടൊൽവർ ഷിയ വിഭാഗത്തിന് പുറമെ ദാവൂദി ബോറ, ആഘാഖാനി തുടങ്ങിയ മറ്റ് ഷിയ ഉപവിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി ബോർഡ് ഘടന കൂടുതൽ സുതാര്യമാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് കേരള വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, സെൻട്രൽ വഖഫ് കൗൺസിൽ സെക്രട്ടറി എന്നിവർക്കും ഹർജിക്കാരൻ നേരത്തെ നിവേദനങ്ങൾ അയച്ചിരുന്നു. തങ്ങൾ സമർപ്പിച്ച നിവേദനത്തിലെ 2 ഷിയ പ്രതിനിധികളുടെ പേരുകൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും തികച്ചും സുതാര്യമായ മാർഗങ്ങളിലൂടെ നിയമനം ഉറപ്പാക്കണമെന്നും ഹർജിക്കാരന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ നേരത്തെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഷിയ വിഭാഗത്തെ വഖഫ് ബോർഡിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും വിരുദ്ധമാണെന്നും ഹർജിയിൽ വാദിച്ചിരുന്നു. 2026-ൽ പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡിൽ സർക്കാർ നിയമിച്ച 9 അംഗങ്ങളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്നും ഇത് ഭേദഗതി നിയമത്തിന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിലെ ബോർഡിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. ഹർജികളിലെ വാദങ്ങൾ വിശദമായി കേട്ട ശേഷമാണ് വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനും ഭരണപരമായ ചുമതല ജോയിന്റ് സെക്രട്ടറിക്ക് കൈമാറാനും ഹൈക്കോടതി ഉത്തരവിട്ടത്.